LDF അധികാരം നിലനിർത്തുമെന്ന് NS മാധവൻ 75 സീറ്റുകൾ നേടി പിണറായി സർക്കാർ ഹാട്രിക് നേടുമെന്ന് പ്രവചനം. കണ്ണൂർ, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ LDF മുന്നേറ്റം. കാത്തുസൂക്ഷിച്ച മാമ്പഴം പിണറായി കൊത്തിക്കൊണ്ടുപോകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് A. ജയശങ്കർ. മെയ് 5-ന് സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരം നിലനിർത്തുമെന്ന് പ്രമുഖ സാഹിത്യകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ NS മാധവന്റെ പ്രവചനം. 75 സീറ്റുകൾ നേടി ഇടതുമുന്നണി ഹാട്രിക് വിജയം കുറിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. പ്രതിപക്ഷമായ UDF-ന് 65 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. സീറ്റ് നിലയിൽ 3 സീറ്റുകളുടെ വരെ വ്യത്യാസം വരാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും LDF അധികാരത്തിലെത്തുമെന്ന് NS മാധവൻ പ്രവചിച്ചിരുന്നു. മലപ്പുറവും എറണാകുളവും UDF കോട്ടകളായി തുടരുമെന്നാണ് പ്രവചനം. വയനാട് ജില്ലയിലെ 3 സീറ്റും UDF തൂത്തുവാരും. എന്നാൽ കണ്ണൂർ, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ LDF വൻ മുന്നേറ്റം നടത്തും. കോട്ടയം, ആലപ്പുഴ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഇരു മുന്നണികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുകയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. കാസർഗോഡ് UDF 2 സീറ്റും LDF 3 സീറ്റും നേടും. കണ്ണൂരിൽ 8 സീറ്റുമായി LDF ലീഡ് ചെയ്യും. UDF-ന് കണ്ണൂരിൽ 3 സീറ്റ് മാത്രം. വയനാട്ടിൽ 3 സീറ്റിലും UDF ജയിക്കുമെന്നാണ് നിരീക്ഷണം. കോഴിക്കോട് 7 സീറ്റിൽ UDF-ഉം 6 സീറ്റിൽ LDF-ഉം, മലപ്പുറത്ത് UDF-ന് 15-ഉം LDF-ന് 1 സീറ്റും, പാലക്കാട് UDF 3 സീറ്റുകളിൽ ഒതുങ്ങും. LDF 9 സീറ്റുകളിൽ ജയിക്കും. തൃശൂരിൽ 11 സീറ്റ് വരെ LDF നേടിയേക്കാം. UDF-ന് 2 സീറ്റ് മാത്രം. എറണാകുളത്ത് 11 സീറ്റുകളിൽ UDF ജയം, LDF-ന് 3 സീറ്റ് ലഭിക്കും. ഇടുക്കിയിൽ 3 സീറ്റിൽ UDF-ഉം 2 സീറ്റിൽ LDF-ഉം. കോട്ടയത്തേക്ക് എത്തുമ്പോൾ 5 സീറ്റിൽ LDF, 4 സീറ്റിൽ UDF. ആലപ്പുഴയിൽ 5 സീറ്റിൽ UDF, 4 സീറ്റിൽ LDF. പത്തനംതിട്ടയിൽ 4 സീറ്റിൽ LDF, UDF-ന് 1 സീറ്റ്. കൊല്ലത്ത് 7 സീറ്റിൽ LDF-ഉം 4 സീറ്റിൽ UDF-ഉം വരും. തിരുവനന്തപുരത്തും LDF കുതിപ്പാണ് പ്രവചിക്കുന്നത്. 12 സീറ്റിൽ LDF, 2 സീറ്റിൽ മാത്രം UDF. പ്രവചനങ്ങളിൽ ശ്രദ്ധേയനായ NS മാധവന്റെ കണക്കുകളൊന്നും UDF ക്യാമ്പിനെ അലട്ടുന്നില്ല. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് അവിടെ. അതേസമയം LDF കേന്ദ്രങ്ങൾ നിശബ്ദമാണ്. അവിടെ വലിയ തോതിലുള്ള ചർച്ചകളോ അവകാശവാദങ്ങളോ ഇപ്പോൾ ഇല്ല. അതേസമയം മെയ് 5-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന വാർത്തകളും പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചടങ്ങിനുള്ള പന്തലിടാൻ ഊരാളുങ്കലിന് നിർദ്ദേശം നൽകിയെന്ന് വാർത്തയുണ്ട്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിരുന്നു. UDF അധികാരത്തിൽ വരും എന്നതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുകയാണെന്നും അവസാനം കാത്തുസൂക്ഷിച്ച മാമ്പഴം പിണറായി കൊത്തിക്കൊണ്ടുപോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പിണറായി വിജയൻ മണ്ടനല്ലെന്നും ഇടതുപക്ഷം അനാവശ്യ ബഹളത്തിന് തയ്യാറാകാത്തത് നേരിയ മാർജിനിലാണെങ്കിലും ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണെന്ന് വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് A. ജയശങ്കറും LDF-ന്റെ സാധ്യതകളെ തള്ളിക്കളയുന്നില്ല. സംസ്ഥാനത്ത് പിണറായി വിരുദ്ധ വികാരവും സർക്കാർ വിരുദ്ധ വികാരവും ഉണ്ടെങ്കിലും ഭരണപക്ഷ MLA-മാർക്കെതിരെ വലിയ എതിർപ്പില്ല. UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും വലിയ കോമഡിയായെന്നും ജയശങ്കർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം മെയ് 4-ന് ഫലം വരുമ്പോൾ UDF സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികൾ.